എല്ലാവർക്കും നമസ്തേ. ഇന്ന് കർക്കടകം 1. സൂര്യൻ കർക്കടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം, ദക്ഷിണായനം തുടങ്ങുന്ന സമയം. ഇടമുറിയാതെ പെയ്യുന്ന മഴ ഭൂമിയെ തണുപ്പിക്കുന്നു. കഠിന ചൂടിൽ നിന്നും പെട്ടെന്ന് മഴ അല്ലെങ്കിൽ തണുപ്പിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ത്രിദോഷങ്ങൾ വർദ്ധിക്കുന്നു, പ്രത്യേകിച്ച് വാദം പോലെയുള്ള അവസ്ഥകൾ. ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന സമയമായതിനാൽ രോഗം പെട്ടെന്ന് തന്നെ പിടിപെടാനുള്ള സാധ്യതയും ഏറെയാണ്. അഗ്നിബലം കുറഞ്ഞിരിക്കുന്ന സമയമായതിനാൽ ശരീരത്തിന് ദഹനത്തിന് സഹായിക്കുന്ന സാത്വികാഹാരം മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ പരിപാലനത്തിനായി കർക്കിടക മാസം തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഈ സമയത്ത് കർക്കിടകക്കഞ്ഞി കുടിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. അതിനായി ഞവരയരി, മുക്കുറ്റി, പൂവാങ്കുറുനില, കറുക, നിലപ്പന, കുറുന്തോട്ടി, തുളസി തുടങ്ങിയ നമ്മുടെ തൊടിയിൽ തന്നെ കണ്ടുവരുന്ന ഔഷധ ചെടികൾ കൊണ്ട് തന്നെയാണ് കഞ്ഞി പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കി വന്നിരുന്നത്. ആയുർവേദ ചികിത്സകളിൽ കഷായ ചികിത്സ, ഉഴിച്ചിൽ, പിഴിച്ചിൽ, ഞവരക്കിഴി, ധാര എന്നിവ ശ്രദ്ധേയമായ ചികിത്സാ രീതിയായിരുന്നു. മറ്റേതൊരു സമയത്തേക്കാളും എളുപ്പത്തിൽ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളും മോശം വികാരങ്ങളും നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മീയ മാസം കൂടിയാണിത്. ഇത് രാമായണ മാസം. രാവുകളും പകലുകളും രാമായണ മുഖരിതമാവുന്ന പുണ്യമാസത്തിന് തുടക്കമാവുകയാണ്. മഹാഗ്രന്ഥത്തിൻ്റെ പുണ്യം നുകരാൻ വ്രതം നോക്കുന്ന സമയം. എല്ലാവർക്കും നമസ്കാരം.